ഹായ് ഫ്രണ്ട്സ്, പഠിപ്പുര പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കഴിഞ്ഞ ദിവസം നടന്ന യൂണിവേഴ്സിറ്റി LGS ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ നടക്കാം അല്ലേ. ചോദ്യം 1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ഉത്തരം. ഇത് ഓർത്തു വെക്കാനുള്ള കാരണം പൂർണ്ണ എന്ന് വരുമ്പോൾ ഒരു ഇറിൻ്റെ സ്വരം ഉണ്ടല്ലോ, അതിവിടെ ലാഹോറിൽ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയൊന്നിലുമില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരം ലാഹോർ കോൺഗ്രസ് സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ലാഹോർ കോൺഗ്രസ് സമ്മേളനം. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ആദ്യത്തേതും അവസാനത്തേതും PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹരണ സമരമാണ് കേട്ടോ. ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹരണ സമരം. ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. PDF എല്ലാവർക്കും ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആൻസർ മാത്രം ചെയ്തു പോകുന്നുള്ളൂ. അപ്പോൾ ആദ്യം പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയൊരു ചാനലാണ്, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര് എന്നാണ് ചോദ്യം. ഉത്തരം സുഭാഷ് ചന്ദ്രബോസാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസാണ് കേട്ടോ. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 4. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യൻ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര് എന്നാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്കു നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര് എന്നാണ് ചോദ്യം. നമുക്കറിയാം, ദ്വിരാഷ്ട്രവാദത്തെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിഭജനത്തെയും എല്ലാം വളരെയധികം എതിർത്ത നേതാവാണ് ഇദ്ദേഹം. അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഉത്തരം. എന്താണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹമാണ് ഭാരതരത്ന ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് അല്ലേ. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും നേതാവുമൊക്കെയാണ് അദ്ദേഹം. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? മിതവാദി, തീവ്രവാദി എന്നൊക്കെ കേട്ടിട്ടില്ല നമ്മൾ. അപ്പോൾ ഇതിൽ മിതവാദി നേതാക്കൾ ഉൾപ്പെടാത്തത് ആരാണെന്നാണ് ചോദ്യം. ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകാണ് കേട്ടോ. ഉത്തരം ബാലഗംഗാധര തിലക്. ഇത് പ്രൊഫഷണൽ ആൻസർ കീയാണ്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ മിക്കവാറും പല ക്വസ്റ്റ്യൻസും അവർ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നോർമലൈസേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പ്രൊഫഷനിൽ വെച്ച് കറക്റ്റ് ആൻസറാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക എല്ലാവരും. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി എന്ന ചോദ്യമായിരുന്നു. ഉത്തരം ബാലഗംഗാധര തിലക്. ആറാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 44-ാം ഭേദഗതിയാണ്. 44-ാം ഭേദഗതിയാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ 44 കേട്ടോ. ഈ 44-ാം ഭേദഗതിയുടെ വർഷം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ഒരു എളുപ്പ കോഡാണ് ഇത്. ഈ 44-ാം ഭേദഗതി ആണെങ്കിൽ അത് ഏത് വർഷമായിരിക്കും? 1978-ലായിരിക്കും. കാരണം 8-ൽ അവസാനിക്കുകയാണ്. 44 8-ലായിരിക്കും. എന്ന പോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു സംഗതിയാണ് ഈ മൗലികാവകാശങ്ങൾ എടുത്തു കളഞ്ഞ ഒരു വലിയ 2 ഭേദഗതികളാണ് 44-ഉം 42-ഉം എന്നുള്ളത്. 42 ആണെങ്കിൽ അതിൻ്റെ വർഷം എത്രയാണ്? 1976 4-ഉം 2-ഉം കൂട്ടിയാൽ 6 അപ്പോൾ 1976 വരിക. 44 ആണെങ്കിൽ 4-4 കൂട്ടുമ്പോൾ 1978 ഇതിൻ്റെ വർഷം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. സ്വത്തവകാശം മൗലികാവകാശങ്ങൾ എടുത്തു കളഞ്ഞ കേസ് ഏതാണെന്ന് ചോദ്യം ചില സമയത്ത് വരാറുണ്ട്. കേശവാനന്ദ ഭാരതി കേസാണ്. നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കേസ്, വളരെ പ്രസിദ്ധമായ ഒരു കേസാണ്. ഇന്ത്യയിൽ ഒട്ടാകെ അറിയപ്പെട്ട ഒരു കേസാണ്. സുപ്രീം കോടതിയിലൊക്കെ ചർച്ച ചെയ്ത കേസാണല്ലോ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഗൂഗിൾ ചെയ്താലൊക്കെ നമുക്ക് കാണാൻ പറ്റും.
അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ചോദിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ് അല്ലേ? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതി. എട്ടാമത്തെ ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ചെയർമാൻ ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ? അതെ, നമുക്കറിയാം, ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ശില്പിയൊക്കെ എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുതിയ പ്രതിമയൊക്കെ ഹൈദരാബാദിൽ ഈ അടുത്തായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മൾ അറിഞ്ഞു. അംബേദ്കറിൻ്റെ ഏറ്റവും വലിയ പ്രതിമ എന്നൊക്കെ ഖ്യാതിയുള്ള പ്രതിമ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ശില്പി ആരാണെന്നുള്ള ചോദ്യമൊക്കെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ പരീക്ഷകൾ വന്നിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. ഒമ്പതാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇതൊക്കെ വളരെ സിമ്പിളായി പോയ ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ തെറ്റിച്ചാൽ അവരൊക്കെ PSCയിൽ ചുവട് വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് വരുന്ന PSCകളിലെങ്കിലും മാർക്ക് നേടാം. നമുക്ക് പരമാവധി വീഡിയോസൊക്കെ നമുക്ക് കാണണം, ഇനിയും ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യാത്തവർ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒമ്പതാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതായിരുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയാണ്. ഒരു സംശയമുള്ള ഏറ്റവും എഴുതപ്പെട്ട വലിയ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അടുത്തത് പത്താമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? മൗലികാവകാശങ്ങളാണ് അല്ലേ? ഭരണഘടന ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സിന് അതിനെന്ത് പറഞ്ഞിട്ടില്ല? മൗലികാവകാശങ്ങൾ എടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ആമുഖം എടുത്തു നോക്കിയാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എല്ലാവരും ആമുഖം എടുത്ത് വായിക്കേണ്ടതാണ് ഒരു തവണയെങ്കിലും. നമുക്ക് സ്കൂൾ പാഠപുസ്തകങ്ങളിലൊക്കെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റു എഴുതി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖമാണ് അല്ലേ? അപ്പോൾ അതിൽ ഏതൊക്കെ പറയുന്നുണ്ട്? ഓപ്ഷൻ മുഴുവൻ വായിക്കാൻ നമ്മൾ നേരിട്ട് ഉത്തരത്തിൽ പോകരുത്. അതിൽ പരമാധികാരത്തെ പറയുന്നുണ്ട്, സോവറിൻ, പിന്നെ റിപ്പബ്ലിക് പറയുന്നുണ്ട്, സ്ഥിതി സമത്വം, ഇതെല്ലാം പറയുന്നുണ്ട് അതിൽ. പക്ഷെ മൗലികാവകാശങ്ങൾ എന്ത് പറയുന്നില്ല? ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി 11ാമത്തെ ചോദ്യം, കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തൊരു പദവിയാണ്. അത് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് അല്ലേ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് കൈസർ എ ഹിന്ദ് പദവി തിരിച്ചു കൊടുക്കാനുണ്ടാക്കിയ സാഹചര്യം. 12ാമത്തെ ചോദ്യം, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദ്യം. എന്താണ്? ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം എന്ന് പറയുന്നത് ഏതാണ്? വിദ്യാലയം തന്നെ ആകണം എന്നാണ് ഈ സാമൂഹ്യ പരിഷ്കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഈ സാമൂഹ്യ പരിഷ്കർത്താവ്? നമ്മുടെ എല്ലാം ശ്രീനാരായണ ഗുരു അല്ലേ? ശ്രീനാരായണ ഗുരു ആണ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ എക്സൈസിൻ്റെ എക്സാമൊക്കെ വരാനിരിക്കുകയാണ്. എക്സൈസ് എക്സാമിൽ വരുന്നൊരു ചോദ്യമാണ് ഇത് ഡ്രൈ ഡേ, അതായത് മദ്യം വിൽക്കാൻ പാടില്ലാത്തൊരു ദിവസമാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈ ഡേ ആചരിക്കുന്ന ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും ചരമദിനവും, അതുപോലെ തന്നെ മറ്റൊരാളവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെയാണ്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണിത് അല്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനത്തിലും അതുപോലെ തന്നെ സമാധി ദിനത്തിലുമാണ് ഡ്രൈ ഡേ ആചരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമമാണത്. കാരണം മദ്യം എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു സംസ്ഥാന ലിസ്റ്റിൽ മാത്രമാണുള്ളതെന്ന് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു 7 ദിവസത്തോളം വരുന്നുണ്ട്. 7 ദിവസങ്ങളാണ് ഡ്രൈ ഡേ ആഘോഷിക്കുന്നതിന് അതിൽ പ്രതിപാദിക്കുന്നത്. അതിൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ 4 ഗാന്ധിജിയുടെ ജന്മദിനവും ചരമദിനവും, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനവും ചരമദിനവും. പിന്നെയുള്ളത് ഇൻ്റർനാഷണൽ പ്രൊഹിബിഷൻ ഓഫ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്, UN-യുടെ ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്യണം. ഇനിയിപ്പോൾ 17-ാം തീയതി എക്സൈസിൻ്റെ എക്സാം വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കുന്നവരെല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണണം, അവർക്ക് അയച്ചു കൊടുക്കണം. ഒരുപാട് ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റായി വരാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ
വളരെയധികം നിലവാരം പുലർത്തി. ഇപ്പോൾ LGS ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചോദ്യം നല്ല നിലവാരമുള്ളതാണെന്നാണ് വിദ്യാർത്ഥികളുടെയും എഴുതിയവരുടെ എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യമാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? അയ്യപ്പനാണ് അല്ലേ? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. 14ാമത്തെ ചോദ്യം. പഴശ്ശിക്കാലം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷിൻ്റെ സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബാബർ, നമ്മുടെ ബാബറാണ് അല്ലേ? പഴശ്ശി കലാപം അടിച്ചമർത്തിയ സബ് കളക്ടർ ആരാണ്? ബാബറാണ്. തോമസ് ഹാർവേ ബാബറാണ് ഉത്തരം. ബാർബറല്ല, ബാബർ കേട്ടോ. 15ാമത്തെ ചോദ്യം. ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ട, നമുക്ക് ആൻസർ മാത്രം ചെയ്തു പോയാൽ മതിയല്ലോ. 15ാമത്തെ ചോദ്യം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരത്തെയാണ് കേട്ടോ. പുന്നപ്ര വയലാർ സമരത്തെയാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ, ഇതൊരു കറണ്ട് അഫെയർ ആണ്, കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ്. ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. നേരത്തെ ഒരു ചോദ്യം നമ്മൾ കണ്ടു, കേരളത്തിലെ സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠം ഏതാണെന്നാണ്, ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്നുള്ള ചോദ്യം നമ്മൾ കണ്ടു അല്ലേ? അതിൻ്റെ ഉത്തരം കേരള ഹൈക്കോടതി ആയിരുന്നു. ഇപ്പോൾ വന്നത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ്. ഉത്തരം ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ്. അടുത്തത് 17ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണെന്നാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. ഇതൊക്കെ കറണ്ട് അഫെയറായി വരുന്ന സംഗതികളാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം തൃശ്ശൂരാണ് അല്ലേ? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഓഫ് ഇന്ത്യ, 18ാമത്തെ ചോദ്യം. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? VP മേനോനാണ് അല്ലേ? VP മേനോൻ. സംസ്ഥാന പുനഃസംഘടനയിലൊക്കെ നമ്മുടെ പട്ടേലിനെയൊക്കെ സഹായിച്ച മലയാളിയായ ഒരു ഉദ്യോഗസ്ഥനാണ് ആര്? VP മേനോൻ അല്ലേ? അപ്പോൾ VP മേനോനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. മലയാളിയാണെന്നതിൽ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, കേരളത്തിൽ നമ്മുടെ സംസ്ഥാന പുനഃസംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു അംഗം തന്നെയാണ് VP മേനോൻ. പട്ടേലിനോടൊപ്പം നിന്ന അദ്ദേഹം. അപ്പോൾ VP മേനോനാണ് ഉത്തരം. 19. ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മളൊന്നും ചിന്തിക്കാത്ത ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 19ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതായിരുന്നു? ഇന്ത്യയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതായിരുന്നു? പോണ്ടിച്ചേരിയാണ് അല്ലേ? ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം പോണ്ടിച്ചേരിയായിരുന്നു. ഗോവ ആരതായിരുന്നു? നമ്മുടെ പോർച്ചുഗീസിൻ്റെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഫ്രാൻസിൻ്റെ ഏതാണ്? ഇത് ഇന്ത്യയിലേക്ക് വന്ന വിദേശികളെക്കുറിച്ചും അവർ അധിനിവേശം നടത്തിയ പ്രദേശത്തെക്കുറിച്ചും കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. 20ാമത്തെ ചോദ്യം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ മറ്റൊരംഗം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ VP മേനോനായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിട്ട് പട്ടേലിനൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ KM പണിക്കരും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ മലയാളിയായ ഒരു അംഗമായിരുന്നു. 21ാമത്തെ ചോദ്യം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല. റൂർക്കേല ഇന്ത്യയിൽ ധാരാളം എന്തുണ്ട്? ഇരുമ്പുരുക്ക് വ്യവസായശാലകളായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ടും ചോദിക്കുന്ന ചിലതാണ് റൂർക്കേല, ബൊക്കാറോ എന്ന് പറയുന്ന ഒരുപാടില്ല, 4-5 എണ്ണമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇതെവിടെയാണ്, ഏത് സംസ്ഥാനത്താണ്, അവയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണെന്നുള്ള കൃത്യമായ ധാരണ ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായതാണ്. അപ്പോൾ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ് അല്ലേ? റൂർജർ എന്ന് ഞാൻ അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. റൂർക്കേല ജർമ്മനി. അതുപോലെ തന്നെ ബ്രിട്ടൻ സഹായം നൽകിയത് ആർക്കാണ്? ദുർഗാപൂരിലാണ് അല്ലേ? ബ്രിട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്, നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയിൽ പൊതുവേ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. അതായത് അവിടെ ബ്രിട്ടൻ ഇന്ത്യയിലോട് അത്രയും ബന്ധപ്പെട്ടിരുന്നത്, ഞാൻ അങ്ങനെയാണ് കണക്ട് ചെയ്തത്. ദുർഗാപൂർ
അപ്പോൾ ബ്രിട്ടൻ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് കൾച്ചർ ബ്രിട്ടനിലൊക്കെ അവർ സ്വീകരിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ സഹായം നൽകിയത് ആർക്കാണ്? ബൊക്കാറോക്കാണ് അല്ലേ. ബൊക്കാറോക്കാണ് സോവിയറ്റ് യൂണിയൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യം, നമ്മളൊരു ചൊവ്വാ ദൗത്യം നമ്മളോട് അയച്ചായിരുന്നല്ലോ അല്ലേ, 2016 തോന്നുന്നു എനിക്ക്. അതിൻ്റെ ടൈജസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഉത്തരം മംഗൾയാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ചൊവ്വാ ദൗത്യത്തിലേക്ക് ഇന്ത്യ അയച്ച ഒരു വിജയകരമായ ദൗത്യമായിരുന്നു മംഗൾയാൻ. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം അല്ലേ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യമേത്? പ്രാവശ്യത്തെ G20 നടന്നത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. അതുകൊണ്ട് G20യുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ആവർത്തിക്കാവുന്നതാണ്, വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും G20യെക്കുറിച്ചുള്ള ഷെർപ്പ സമ്മേളനം നടന്നത് എവിടെയാണെന്നൊക്കെ കാര്യമായിട്ട് നോക്കുക. കാരണം ഷെർപ്പ സമ്മേളനം നടന്നത് നമ്മുടെ കേരളത്തിലെ കുമരകത്താണ്. അപ്പോൾ G20യെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. അപ്പോൾ 2024, അതായത് ഈ വർഷം നടക്കാനൊക്കെ 2023 ഇന്ത്യയിൽ, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ് ഉത്തരം. ബ്രസീലിലാണ് G20 ഉച്ചകോടി ഉച്ചകോടി നടക്കുന്നത്. ഈ ചോദ്യം എവിടെ ആവർത്തിച്ചിരുന്നു? ഇപ്പോൾ ഖാദി ബോർഡിൻ്റെ 5ാം ഘട്ട പരീക്ഷ ഈ അടുത്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി ആയിരുന്നു എക്സാം. ഞാൻ എഴുതിയ ഒരു എക്സാമാണ്. അതിനകത്ത് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു G20 2024 എവിടെയാണ് നടക്കുന്നത്? ബ്രസീലിലാണ്. അത് എത്രാമത്തെയെന്ന് കൂടി നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. 24ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഏത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്. ഈ ചോദ്യവും ഖാദി ബോർഡ് LDCയുടെ ചോദ്യത്തിൽ വേണ്ടായിരുന്നു. ചന്ദ്രയാൻ 3 ഉൾപ്പെടാത്ത റോവർ ഏതായിരുന്നാലും ചോദ്യം. ഇതിൽ ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. അതിൽ ഉൾപ്പെട്ടത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം പ്രഗ്യാനാണ് കേട്ടോ. പ്രഗ്യാനാണ് ഉത്തരം. അതിനകത്ത് ഉത്തരം ഉൾപ്പെടാത്ത ഷേപ്പ് എന്നായിരുന്നു ഉത്തരം എന്നാണ് എൻ്റെ ഓർമ്മ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാനാണ്. അതിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരുന്നു? PSC എഴുതിയ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് അത് ഉപകാരപ്പെട്ടേനെ. ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദ്യം വന്നാൽ. ചന്ദ്രയാൻ 3 ഈ അടുത്ത് കറണ്ട് അഫെയർ ആയി വന്ന സംഗതിയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 25ാമത്തെ ചോദ്യം, ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. എന്താണ് ഉത്തരം? 1. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണേത്? ഹിമാദ്രി. ഹിമാചൽ, സിവാലിക്, അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണല്ലോ. അപ്പോൾ അതിന് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നതാണ്, ഏറ്റവും മുകളിൽ നമ്മൾ ആദ്യം പറയുന്നത് ഹിമാദ്രി എന്നാണല്ലോ. അപ്പോൾ ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്? ഹിമാദ്രി തന്നെയാണ്. 1, 3 ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. മൂന്നാമത്തേത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഈ 3 നദികളും ഹിമാലയൻ നദികളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. തെറ്റായത് ഏതായിരുന്നു ഇതിൽ? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് PSC പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അറിയുന്നതാണ്. എവറസ്റ്റ് നിൽക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലല്ല. അതെവിടെയാണ്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് തോന്നും ഇന്ത്യയിലാണെന്ന്, പക്ഷേ ഇന്ത്യയിലല്ല. ഇന്ത്യ അത്രത്തോളം അകലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലാണെന്ന് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. അപ്പോൾ ഉത്തരം 1, 3 ആൻസറായി വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഒരുപാട് ലെങ്തായി പോയാൽ വിദ്യാർത്ഥികൾക്ക് കാണാനും ഒരു മടുപ്പുണ്ടാകും. അപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത് കാണുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ക്ലീഷേ ഡയലോഗാണെങ്കിലും നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ്.